ചെറിയൊരു വ്ളോഗാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴികളും, അപ്പോൾ അവിടെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഹോസ്പിറ്റലിൽ പോയിട്ടല്ല, നമ്മൾ ഈ വഴി കൂടെ പോകുമ്പം ഉള്ള ചിന്താ ശകലങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെയാണ്. കാരണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ എൻ്റെ ഹോസ്പിറ്റലിലേക്ക് എനിക്ക് 1 hour ഉണ്ട്. അപ്പം ദിവസത്തിൽ 2 hour ഞാൻ കാറിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുമായിരിക്കും. അങ്ങോട്ടേക്ക് 1 hour, തിരിച്ച് ഇങ്ങോട്ടേക്ക് 1 hour. അങ്ങനെ 2 hours എൻ്റെ ലൈഫിലെ എല്ലാ ദിവസവും കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ കുറച്ച് റൂറൽ ഏരിയയിലാണ്, കുറച്ച് ഉള്ളോട്ടുള്ള സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് ഈ എനിക്ക് ബസ്സിൽ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ബസ്സിൽ പോയി വരൽ നടക്കത്തില്ല. കാരണം നമുക്ക് ഈ ഡ്യൂട്ടി ടൈം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ബസ്സിൽ പോവാൻ ആ സമയത്ത് കൃത്യമായിട്ട് അവിടെ എത്തിപ്പെടുന്ന ബസ്സില്ല. അതും 2-3 ബസ്സൊക്കെ മാറി കയറിയാലേ കൃത്യമായിട്ട് അവിടെ എത്താനും പറ്റൂ. അപ്പോൾ അതിൻ്റെ ഒരു മെനക്കേടും ഒക്കെ ആലോചിച്ചാണ് ഞാൻ ഇങ്ങനെ കാറിൽ പോകുന്നത്. പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് ഇങ്ങനെ 1 hour എല്ലാവരോടും എന്നോട് ചോദിക്കും, ഇങ്ങനെ 1 hour ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഒറ്റയ്ക്കല്ലേ ട്രാവൽ ചെയ്യുന്നത്, നമുക്ക് മടുക്കില്ലേന്ന്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനും ഒറ്റയ്ക്ക് പോകാനും ഒറ്റയ്ക്ക് സംസാരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് എൻ്റെ ഒരു കമ്പനി ഭയങ്കര ഇഷ്ടമാണ്. അത് എനിക്ക് ഒട്ടും മടുക്കാറില്ല. പിന്നെ സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത്, എനിക്ക് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ തേർഡ് റീസൺ എന്ന് പറയുന്നത്, ഞാൻ പോകുന്ന വഴി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നല്ല ഗ്രീനറീസും നല്ല കാഴ്ചകളും ഒക്കെ ഉള്ളൊരു നല്ല മനോഹരമായൊരു വഴി കൂടാണ് ഞാൻ പോകുന്നത്. ഒരു 3-4 വർഷമായിട്ട് അതേ വഴി കൂടെ തന്നെയാണ് പോകുന്നത്. പക്ഷെ എന്നിട്ട് എനിക്ക് മടുക്കുന്നില്ല കേട്ടോ. ഈ വഴി അത്ര ഭംഗിയാണ്. എല്ലാ ദിവസവും ഓരോരോ കാഴ്ചകളാണല്ലോ. പിന്നെ എനിക്കൊരു പ്രത്യേക കഴിവ്, അതായത് എനിക്ക് എന്നെ തന്നെ ഇഷ്ടമുള്ള ഒരു കഴിവെന്ന് പറയുന്നത്, ചെറിയൊരു കാര്യം മതി എനിക്കിങ്ങനെ സന്തോഷിക്കാൻ. അപ്പം ഇങ്ങനെ പോകുന്ന വഴിയിൽ ചെറിയ എന്തെങ്കിലും കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവും. ചെറിയ കാര്യത്തിൽ സന്തോഷിക്കാൻ പറ്റുന്നത് നല്ല കാര്യമെന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദി ടൈംസ് എനിക്കൊരു ഹാപ്പി സോളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ചെറിയ കാര്യത്തിൽ സന്തോഷിക്കുന്നവർ ചെറിയ കാര്യത്തിൽ വിഷമിക്കും എന്നൊക്കെ പറയുന്നത് ചുമ്മയാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് കേട്ടോ. എന്താന്ന് വെച്ചാൽ, ഞാൻ ചെറിയ കാര്യത്തിലൊക്കെ ഭയങ്കരമായി സന്തോഷിക്കാറുണ്ട്. പക്ഷെ എന്നും പറഞ്ഞ് ഈ ചെറിയ കാര്യത്തിന് അങ്ങനെ പെട്ടെന്ന് ഞാൻ അപ്സെറ്റ് ആവാറൊന്നുമില്ല. ഞാൻ നന്നായിട്ടാണ് അതിനെ ഡീൽ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലൊന്നും എനിക്ക് പെട്ടെന്നൊരു വിഷമമോ അവരോടൊരു ദേഷ്യമോ അല്ലെങ്കിൽ അവരങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള ഓർത്ത് പിന്നീട് വിഷമിക്കുകയോ ഒന്നും ചെയ്യാറില്ല. പൊതുവെ മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബ് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ഞാനെന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ സ്വയം പൊക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബ് എന്നിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നുണ്ട് ഗൈസ്. നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്നറിയാമോ, നമ്മളിങ്ങനെ എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും വേറെ ഉള്ളവരെ കുറിച്ച് മോശമായിട്ട് ചിന്തിക്കുകയും ചീത്ത വാർത്തകൾ കേൾക്കുകയും ചീത്ത ചിന്തകൾ വിചാരിക്കുകയും ചെയ്യുമ്പം നമുക്ക് നല്ല ഒന്നും വന്നു ചേരില്ല. നമുക്ക് നല്ലത് വേണമെങ്കിൽ നമ്മൾ നല്ലത് ചിന്തിക്കണം. അപ്പോൾ ഈ 1 hour ഞാൻ എന്തായിരിക്കും ഈ കാറിനകത്തിരുന്ന് ചെയ്യുന്നതെന്ന് ഇപ്പം ഏറെക്കുറെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. ഇതൊക്കെ തന്നെ. ഇങ്ങനെ കുറേ നേരമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. പിന്നെ കുറച്ച് നല്ല കാര്യങ്ങൾ, ഇങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എനിക്ക് ഭാവിയിൽ നല്ലത് വരെ ഞാൻ എന്തൊക്കെ ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചിന്തിക്കും. കുറച്ച് പ്ലാനിങ്സ് ഒക്കെ ഉണ്ടാക്കും മനസ്സിൽ. പിന്നെ എന്നും പറഞ്ഞ് ഞാനിങ്ങനെ ബോധമില്ലാതല്ല വണ്ടി ഓടിക്കുന്നത് കേട്ടോ. വണ്ടി ഓടിക്കുമ്പോൾ ഫുള്ളി അലേർട്ടാണ്. പക്ഷെ എന്നാൽ പോലും ഡ്രൈവ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, നമ്മളുടെ ചിന്താധാരകൾ ഇങ്ങനെ സജീവമായി പോയിക്കൊണ്ടിരിക്കും. പിന്നെന്താണ് പറയാ, ഇന്നത്തെ ദിവസത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഇന്നത്തെ ദിവസം നല്ല വൈബുള്ളൊരു ദിവസമാണ്. ഇന്ന് രാവിലെ ഉണർന്നപ്പം തന്നെ നല്ല മഴയായിരുന്നു. നല്ല മഴയും പെയ്യുന്ന ദിവസങ്ങളിലെല്ലാം എല്ലാവരും നല്ല ഡാർക്ക് കളർ ഡ്രസ്സൊക്കെ അല്ലേ ഇടുക. എനിക്ക് എന്താന്ന് വെച്ചാൽ നല്ല മഴ പെയ്യുന്ന ദിവസം വൈറ്റിനോടൊരു പ്രത്യേക താല്പര്യമാണ്. വൈറ്റും മഴയും ഭയങ്കര ഒരു കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വൈറ്റ് ഡ്രസ്സ്, വൈറ്റ് കൊട, അങ്ങനെയുള്ള വൈറ്റ് പൂക്കൾ ഒക്കെ ഈ മഴയായിട്ടൊരു ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ മഴ പെയ്തു. ഞാൻ പിന്നെ എന്താ പറയുക, കുറച്ച് സിനിമാറ്റിക് ലൈഫൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്.
അപ്പോൾ നമ്മളെ സിനിമയിലൊക്കെ കൂടുതലും കാണുന്നത് ഇങ്ങനെ വൈറ്റില് നായികമാര് വരുന്നു, മഴയത്ത് നനയുന്നു എന്നുള്ളതൊക്കെയാണല്ലോ. അതാണ് അതിൻ്റെ ഒരു ഭംഗി, കാരണം അവരങ്ങനെ ചെയ്യുന്നതായിരിക്കും. പക്ഷെ എനിക്ക് ഏറെക്കുറെ അതൊക്കെ ഇഷ്ടമാണ്. ഞാൻ ഡാൻസ് ഒന്നും ചെയ്യാറില്ലെങ്കിലും മനസ്സിൽ നമ്മൾ ഭയങ്കര ഒരു സിനിമാറ്റിക് ലൈഫ് ലീഡ് ചെയ്യുന്നുണ്ട്. മഴ കണ്ട അപ്പോഴേ ഞാൻ വൈറ്റ് എടുത്തിടും. ഇതിപ്പോ ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴിയാണ്. നിങ്ങളെ ഒരു പ്രത്യേക സാധനം കാണിച്ചു തരാനായിരുന്നു, നല്ലൊരു കാഴ്ചയുണ്ടായിരുന്നു. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്യാമൊക്കെ എടുത്ത് സെറ്റ് ചെയ്തത്. പക്ഷേ അപ്പോൾ അവിടെ ഒരു ക്രൗഡൊക്കെ ആയി, പെട്ടെന്ന് ട്രാഫിക് ഒക്കെ ആയിട്ട് അവിടെ വണ്ടി നിർത്തി നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ അത് എടുക്കാഞ്ഞത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ പണ്ട് പറഞ്ഞില്ലേ, ഞാനൊരു ഇൻസ്റ്റാ 360 കണ്ടൊരു ക്യാം വാങ്ങി. പക്ഷെ ഇതിനകത്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യം വെച്ചാൽ വളരെ ടൈനി ക്യാം ആയതുകൊണ്ട് ഇത് എവിടെയെങ്കിലും ഇങ്ങനെ ഫിറ്റ് ചെയ്താൽ മാത്രം മതി. നമുക്കവിടെ ഒരു ക്യാം ഇരിക്കുന്ന ഫീൽ പോലും ഇല്ല. ഇപ്പൊ ഞാനിങ്ങനെ നമ്മൾ സ്പീക്കറിൽ സംസാരിക്കുന്ന ഒരു ഇതുപോലെ ഉള്ളൂ. എനിക്ക് ക്യാമിലേക്ക് നോക്കണ്ട, ജസ്റ്റ് എനിക്ക് ഡ്രൈവിങ്ങിൽ മാത്രം ഇങ്ങനെ ശ്രദ്ധിച്ചിങ്ങനെ പോവാം. അങ്ങനെയൊക്കെയുള്ളൊരു രസകരമായിട്ടുള്ളൊരു യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഉച്ചയ്ക്ക് നമ്മൾ ഈ ഭയങ്കര നല്ല വെയിലത്തല്ലേ തിരിച്ചു വരുമ്പോൾ ഉള്ളൊരു പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. കണ്ണിനൊക്കെ ഒരു സ്ട്രെയിൻ വരാറുണ്ട്. നമ്മൾ ഈ ഭയങ്കര വെയിലത്ത് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ഗ്ലാസ് എടുത്ത് വെക്കാറുണ്ട്, ചിലപ്പോൾ ഞാൻ ഇതെടുത്ത് വെക്കാറുണ്ട്. ഇതാകുമ്പോൾ കുറച്ച് ആൻറ്റി ഗ്ലെയർ ഒക്കെ ഉണ്ട്, ഇപ്പോൾ ഒരു സമാധാനം കിട്ടും. എനിക്ക് കാഴ്ചക്കുറവിനേക്കാൾ കൂടുതൽ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അതാണ് കാണുന്ന ഡബിൾ വിഷൻ, കേട്ടിട്ടുണ്ടാവുമല്ലോ. രണ്ടായിട്ട് കാണും, കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ ആയിട്ട്. അപ്പോൾ ഈ ഭയങ്കര വെയിലത്തൊക്കെ കുറേ നേരം ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കണ്ണിന് ചെറിയൊരു ടയർഡ്നെസ്സും ഈ ഡബിൾ വിഷനൊക്കെ തോന്നും. അപ്പം അങ്ങനെയുള്ള നല്ല സണ്ണി ഡേയ്സ് ഒക്കെ ആണെങ്കിൽ ഞാൻ ഇതെടുത്ത് ഫിറ്റ് ചെയ്യാറുണ്ട്. എനിക്ക് ഇത് വെക്കുമ്പം എനിക്ക് സ്പെക്സ് വെക്കുന്നതിനെക്കാട്ടിലും ഇഷ്ടം സ്പെക്സ് വെക്കാതിരിക്കുന്നതാ. പക്ഷെ സ്പെക്സ് വെക്കുമ്പോൾ ഞാൻ എന്തോ ഭയങ്കര സംഭവമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും തോന്നാറുണ്ടോ? ഞാൻ പിന്നെ ഈ ഒരു വലിയ മോഡൽ സ്പെക്സ് മനഃപൂർവ്വം തിരഞ്ഞെടുത്തതാണ്. എനിക്ക് 2 സ്പെക്സ് ഉണ്ട്, ഫ്രെയിംലെസ്സും ഉണ്ട്, പിന്നെ ഈ മോഡൽ സ്പെക്സും ഉണ്ട്. ഇത് വെക്കുമ്പോൾ ഇല്ല പല്ലി സ്പെക്സ് വെച്ച പോലൊരു എഫക്റ്റ് ആണ് എന്നെ കാണുമ്പം. കാരണം എൻ്റെ മുഖം ഇങ്ങനെ ഒരു പല്ലിയുടെ മുഖത്തിന്റെ ഷേപ്പുള്ളൊരു മുഖമാണ്, ഓവൽ മുഖം എന്ന് ഞാൻ സ്വയം പറഞ്ഞു പുകഴ്ത്തുമെങ്കിലും ഏറെക്കുറെ ഒരു പല്ലി ലുക്കാണ്. അപ്പോൾ അതിന്റെ മൊത്തം ഇങ്ങനെ ഒരു വലിയ കണ്ണാടി എടുത്ത് വെച്ചുള്ളൊരു ലുക്കാണ് എനിക്ക് എപ്പോഴും എന്നെ ഈ കണ്ണാടിയിൽ കാണുമ്പോഴുള്ളത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് വെക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ആഹാ കൊള്ളാലോ എന്നൊക്കെയുള്ളൊരു ഫീല് തോന്നും. നമ്മളങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു കൂട്ടിയതെന്ന് എനിക്കൊരു ബോധവുമില്ല. പക്ഷെ എന്ത് പറഞ്ഞാലും ഇതൊക്കെയാണ് എൻ്റെ സ്ഥിരം കലാപരിപാടികൾ. എന്നും ഞാനിതൊക്കെ മനസ്സിൽ പറയും, ഇന്ന് ഞാനിത് നിങ്ങളോട് പറഞ്ഞു, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പം നമുക്കിറങ്ങാം. വണ്ടിന്ന് എനിക്ക് ഈ കാറ് നിർത്തി അപ്പം തന്നെ കാറിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കാണുമ്പോൾ ഒരു അത്ഭുതം തോന്നാറുണ്ട് കേട്ടോ. എനിക്ക് കാറ് നിർത്തിയിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് കൂടെ വേണം ഈ കാറിനകത്തേക്ക് എൻ്റെ സാമഗ്രികളെല്ലാം കൂടെ കയറ്റി വെച്ച് എല്ലാം വരാൻ. കൂടുതലും ഈ ക്യാമിൻ്റെ കാര്യങ്ങളും പിന്നെ എൻ്റെ പെൻ, വാട്ടർ ബോട്ടിൽ ഇതൊക്കെയാണ്. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ദാഹിക്കാറുണ്ട് എനിക്ക്. അപ്പം ഞാൻ സൈഡിലേക്ക് ഒതുക്കി നിർത്തി വെള്ളം കുടിക്കാറുണ്ട്. ഈ ഉച്ച സമയത്ത് നമ്മൾ ഭയങ്കര ടയേർഡാവും ഗൈസ്. പിന്നെ എനിക്കൊരു സമാധാനം തോന്നുന്നത്, ഇന്ന് 2-3 നല്ല കേസുകളുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. എനിക്ക് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2-3 കപ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പം ഒരാൾ കൺസീവ് ആയി,
അപ്പോൾ വേറെ 2 പേർക്ക് പീരീഡ്സ് ഒട്ടും വരാണ്ട് അങ്ങനെ ഇറഗുലർ പീരീഡ്സ് ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നവരായിരുന്നു. അപ്പം അവർക്ക് പീരീഡ്സ് റെഗുലറായി. അപ്പം ഞാൻ അവർക്കൊരു ഉടനെ തന്നെ അവർ കൺസീവ് ആവും എന്നുള്ളൊരു ഇതെനിക്കുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ഹാപ്പി ഡേ ആയിരുന്നു. അല്ലെങ്കിൽ ഈ ഇൻഫെർട്ടിലിറ്റി കേസ് ട്രീറ്റ് ചെയ്യുമ്പം നമുക്ക് എല്ലാ ഡോക്ടേഴ്സിനും അങ്ങനെയാണെന്ന് തോന്നുന്നു. ആ ഒരു സന്തോഷമാണ് ഒരു കൺസീവ് ആയെന്ന് പറയുമ്പം. ലഡുവൊക്കെ കിട്ടി. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും മക്കളൊക്കെ ആയി നല്ല രീതിയിലൊക്കെ പോകട്ടെ. ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ ഉള്ള അവസ്ഥയാണിത്. തുണിയൊക്കെ കഴുകിയിട്ടേക്കുന്നു. എന്തോ പിന്നെ അതെന്താ മാറ്റിയാ? അതെന്താ പറ്റി? പെട്ടെന്ന് മാറ്റിയാ? മെസ്സേജ് ഒന്നും കണ്ടില്ല, നോക്കട്ടെ. പൊന്നു ചേച്ചിക്കൊക്കെ ആയിരിക്കും മാറ്റിയത് അല്ലേ? നോക്കട്ടെ മെസ്സേജ് വന്നോ നോക്കട്ടെ. എനിക്ക് ഒരാഴ്ച അടിച്ച് വിളിക്കാമല്ലോ. ഖുഷിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഫസ്റ്റ് ടൈം വരെ എല്ലാ ദിവസവും 1 മണിക്കൂർ പഠിച്ചാൽ മാത്രമേ സ്ക്വിഷി വാങ്ങി തരത്തുള്ളൂ. അല്ലാതെ അതിലൊരു കോംപ്രമൈസും ഇല്ല. ഇന്നലെ സമ്മതിച്ചാണെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ചയും ഇല്ല. സ്ക്വിഷി വേണമെങ്കിൽ ഫസ്റ്റ് ടൈം എക്സാം അത് പോവാം. ഈ പറയുന്ന കളിപ്പാട്ടം വാങ്ങണമെങ്കിൽ ഇപ്പം ഓക്കെ ഇതൊക്കെ എവിടെ? അവിടെ ഓ വാഗമണ്ണിൽ. അവിടെ എന്ത് സിൽവർ സ്റ്റോൺ അവിടൊക്കെ പോവാടെ. ഇത് കളിപ്പാട്ടം കൊണ്ട് വീട് നിറഞ്ഞ് വീണ്ടും വീണ്ടും വാങ്ങി കൂട്ടുക, എന്നിട്ട് കളിക്കുവോ അതും ഇല്ല. സിൽവർ സ്റ്റോമിൽ പോവാം നമുക്ക്. ഗോകുലാൻഡിൽ പോണമെന്നും പറഞ്ഞിരുന്നിട്ട് നടന്നില്ലല്ലോ. ഓക്കെ, അമ്മ ഇനി ഇരുന്ന് റെഡി ആയിട്ട് ഇപ്പോൾ വരാം. കണ്ടോ ഗൈസ്, ഇവിടെ വന്ന് കയറുമ്പോൾ തുടങ്ങുന്ന കാര്യങ്ങളാണ്. എന്നെ കാത്തിരിക്കുമായിരുന്നു വെക്കേഷൻ. ഒരു 1 വീക്ക് കൂടെ കൂട്ടിയത് പറയാൻ. ഇനിയിപ്പം പിന്നെ ഒരു കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം അത് കുറേ കളിപ്പാട്ടമായി. അപ്പം എപ്പോഴും കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കുന്നത് നല്ലതല്ലല്ലോ. അപ്പം ഞാനൊരു ഡിമാൻഡ് വെച്ചു. ഡിമാൻഡെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം എക്സാം കഴിയുന്നവരെ എല്ലാ ദിവസവും 1 മണിക്കൂർ 1 അവർ പഠിക്കണം. പഠിച്ചിട്ട് വന്നാൽ മാർക്ക് വാങ്ങുമോ ഇല്ലയോ എന്നുള്ളതല്ല, ഫസ്റ്റ് വാങ്ങണം അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എല്ലാ ദിവസവും ഫസ്റ്റ് ടൈം എക്സാം കഴിയുന്നവരെ 1 മണിക്കൂർ പഠിക്കണം. അങ്ങനെ പഠിച്ച് കാണിച്ചാൽ സ്ക്വിഷി ബോൾ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു. അതൊക്കെ ഏറ്റെടുത്തിരിക്കുക. പക്ഷേ ഇടയ്ക്കിടയ്ക്കൊന്ന് തണുപ്പിക്കാൻ വരും. ഇതിൽ എന്തെങ്കിലും ചേഞ്ച് വന്നെങ്കിൽ നമുക്ക് സ്ക്വിഷി കിട്ടുമല്ലോ. പക്ഷെ നമ്മളതിലൊന്നും വീഴത്തില്ല. നമ്മളാരാ? അപ്പം ഇനി ഒന്ന് റെഡി ആവണം. റെഡി ആയിട്ട് വിളിക്കാം. അല്ല, റെഡി ആയിട്ട് വരാം. അപ്പോ അമ്മ ഇത് റെക്കോർഡിംഗ് ആണാ? നോക്ക്. അപ്പോ ഇന്ന് അമ്മേന്റെ ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതേ ഉള്ളൂ. നമ്മള് കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോ ഇന്ന് എന്തൊക്കെ അമ്മ കാണിച്ചെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് എന്തൊക്കെയായിരുന്നു പരിപാടി? ഇവിടെ ഇരുന്ന് നമ്മുടെ മുഖം കണ്ടിടെ പൊട്ടറ്റോ പോലുണ്ട്. സത്യം, ഇയാളുടെ മുഖം കുഴപ്പമില്ല, എന്റെ മുഖം പൊട്ടറ്റോ പോലുണ്ട്. അമിച്ചിന്റെ മുഖം എനിക്കും എന്റെ മുഖം അമിച്ചിനും തരണോ? ഇരുട്ടുണ്ടോ? നീ ലൈറ്റ് ഇട്ട. ഇന്ന് കുളിച്ചോടെ ഇയാള്? മാറ്റം അത്ര ഒന്നുമില്ല. മണപ്പിച്ചോക്കട്ടെ. മാറ്റം ഉണ്ടോ? അത്ര ഒന്നുമില്ലല്ലോ. അത്ര ഇല്ല. അപ്പൊ ഉണ്ടില്ലേ? ഇല്ല, മാറ്റമൊന്നും ഇല്ല. പക്ഷെ രാവിലെ കുളിക്കാൻ എന്തെങ്കിലും കളിപ്പണേ നീ? ഇയാടെ ഒരു മുടി
മാത്രമേ മുടിയുള്ളൂ. ഞാൻ ഇപ്പൊ വരാം. ഇങ്ങനെ ഇരുന്നാലും എന്റെ മുഖം ഇങ്ങനെ പൊട്ടറ്റ് പോലെ ഇരുന്നാലും ഇത്ര സൂം ചെയ്ത് അടുത്ത് വെച്ചാലും ഒന്നും എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ വേണ്ട അടുത്തൊരു കാര്യം പറയട്ടെ, പക്ഷെ അത് നിങ്ങൾ കേൾക്കില്ല. സീക്രട്ട് ആണെങ്കിൽ പറയണ്ട. ദാറ്റ് ഈസ് റൈറ്റ്. എന്തോടാ പറ. ഞാൻ സ്റ്റോപ്പ് റെക്കോർഡിംഗ്.